ഹായ്, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണ്. തൃശ്ശൂർ സ്റ്റൈൽ ഇരുമ്പംപുളിയിട്ട മീൻ കറി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇരുമ്പംപുളിയുടെ ഒരു കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് സൂപ്പർ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചട്ടിയിലിട്ട് അടുപ്പത്ത് വെക്കേണ്ട പണിയേ ഉള്ളൂ. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് നന്നായി പുരട്ടിയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ. ഇതൊന്ന് നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ ഇഞ്ചി. ഇത്രയാണ് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഇരുമ്പൻ പുളിയാണ്. അത് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ മീനിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മസാല അരയ്ക്കണം. അതിനായിട്ട് തേങ്ങ ചിരകിയത്, മല്ലിപ്പൊടി, ചെറിയുള്ളി, കരിവേപ്പില, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സി കഴുകി എടുത്തിട്ടുണ്ട്. ഈ മസാല നമുക്ക് ഈ മീനിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാം. അതിന് മുമ്പ് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി മീനൊന്ന് വെന്ത് വരാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് മീനൊന്ന് വെന്ത് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് വറുത്തിടുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് ചോക്കുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഉള്ളി നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒരു 2 സെക്കൻഡ് ഒന്ന് വറുത്തിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ വറുത്തത് നമുക്ക് മീൻ കൂട്ടാൻ്റെ മുകളിലേക്ക് ചേർക്കാം. നമ്മൾ വറുത്ത ഉള്ളിയും കരിവേപ്പിലയും മീനിൻ്റെ മുകളിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിളമ്പാൻ റെഡിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചോറിൻ്റെ കൂടെ നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.